ഇപ്പം നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴും ആ വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കാത്ത വ്യക്തികളുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇന്നതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും അല്ലാണ്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമ്മളെ ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. ഇപ്പം നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻസ് തരാത്ത വ്യക്തികളുണ്ടാവും. നമുക്കൊരു അംഗീകാരം, ഇമ്പോർട്ടൻസ് തരാത്ത വ്യക്തികളെടുത്ത് നമ്മൾ ഒരിക്കലും അവരുടെ പുറകെ ചെന്ന് കാല് പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മളെ വില കുറച്ച് കാണുന്ന ഒരു വ്യക്തികളെ നമ്മൾ ഒരിക്കലും നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ചിലവരുണ്ടാവും. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, ആ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് എന്നൊരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്ത് ആ പെങ്കൊച്ചിനെ ഭയങ്കരമായിട്ട് കുടിച്ച് ചെന്ന് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത അനാവശ്യങ്ങൾ ഇങ്ങനെ തെറിയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആ പെങ്കൊച്ച് കടിച്ചു തൂങ്ങി കുറേ നാൾ നിന്നു. ലാസ്റ്റ് ആ പെങ്കൊച്ച് എന്ത് ചെയ്ത് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പെങ്കൊച്ച് ഇട്ടേച്ച് പോയി. അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ ഒരിക്കലും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും നോക്കിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കും കല്യാണത്തിന് ശേഷം ശരിയാവുന്നു. പക്ഷെ അവരൊന്നും ഒരിക്കലും കല്യാണത്തിന് ശേഷം ശരിയാവാൻ പോണില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്ക് സപ്പോർട്ട് തരാത്തത്, ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം നമ്മൾ എന്തെങ്കിലും പഠിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ജോലി നോക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതിന് സപ്പോർട്ട് തരാത്തൊരു പാർട്ട്ണറെ നമ്മൾ ഒരിക്കലും നോക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ഓവർ കെയറിങ് ചെയ്യുന്നവർ